വാർത്തകളിലേക്ക്. എൽദോസ് കുന്നപ്പിള്ളി MLA വീണ്ടും കുരുക്കിൽ. ബലാത്സംഗ കേസിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്തു. എൽദോസ് കുന്നപ്പിള്ളി സംസ്ഥാനം വിടരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. ഇത് ലംഘിച്ചാണ് റായ്പൂരിൽ പരിപാടിയിൽ പങ്കെടുത്തത്. ജാമ്യവ്യവസ്ഥയിൽ കോടതി ഇളവ് നൽകിയിട്ടില്ലെന്ന് MLA തന്നെ സ്ഥിരീകരിച്ചു. ബലാത്സംഗ കേസിൽ പ്രതിയായ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലെ വിവിധ ജാമ്യ വ്യവസ്ഥകളാണിത്. 2022 ഡിസംബറിലെ ഈ ഉത്തരവിൽ പറയുന്നത് അന്വേഷണം പൂർത്തിയാകും വരെ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുതെന്നാണ്. കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. കോടതിയാകട്ടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവും നൽകിയിട്ടില്ല. പക്ഷേ MLA ഇപ്പോഴുള്ളതാകട്ടെ കോൺഗ്രസ് പ്ലീനറി സമ്മേളനം നടക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിലും. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സംസ്ഥാനാന്തര യാത്ര നടത്തിയതിന് തെളിവായി പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും കൂടെ റായ്പൂരിൽ നിൽക്കുന്ന ചിത്രങ്ങൾ MLA തന്നെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ MLAയുടെ പ്രതികരണം ഇങ്ങനെ: അന്ന് നമ്മുടെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യവ്യവസ്ഥ ഉണ്ടായത് സ്റ്റേറ്റ് വിട്ട് പോകരുതെന്നല്ലേ? റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊടുക്കാൻ പോവാ. കൊടുത്തിട്ടില്ല അല്ലേ? അപ്പൊ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഫയൽ ചെയ്തതിന്റെ എന്തെങ്കിലും കോപ്പിയോ മറ്റും ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? അയച്ചുതരാം. കോടതി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടില്ലെന്ന് ആദ്യം സ്ഥിരീകരിച്ച MLA എന്നാൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അപേക്ഷയുടെ പകർപ്പ് ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ജാമ്യവ്യവസ്ഥ ലംഘിച്ച MLAയുടെ ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പീഡന പരാതി നൽകിയ യുവതി. ശരത് കെ ശശി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.